എന്താണ് ഇത്തവണ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്ലാൻ? എപ്പോഴും പറയുന്നത് പോലെ ഇത്തവണ മാറാത്തത് മാറും. കേരളം ഭരിക്കും, ഉറപ്പാണ്. അതിനുള്ള അനുകൂലമായ സാഹചര്യം കേരളത്തിലുണ്ട്. നേരത്തെ ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് കണ്ണൂർ മണ്ഡലത്തിൽ കേസിന്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ ഒരു കാലത്ത്. പക്ഷെ കേസ് ഇതിൽ ബി.ജെ.പി നേതാക്കളുമായി സംസാരിച്ചു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ശരിയല്ലേ? കേസ് ഒരു സംസാരിക്കാറുണ്ട്, പക്ഷെ ബി.ജെ.പി നേതാവെന്ന നിലയിലല്ലോ. അദ്ദേഹം മിനിയാന്ന് മീഡിയ വണ്ണിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 10 ദിവസം മുന്നേ രഘുനാഥ് ഞാനുമായി സമ്മതിച്ചിട്ടുണ്ട്. സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. തീരുമാനങ്ങളൊന്നും അദ്ദേഹം എടുത്തില്ല. അങ്ങ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോ പാർട്ടിയിലേക്ക് ആ ചർച്ചയിൽ? തീർച്ചയായിട്ടും. എന്താ അങ്ങ് പറഞ്ഞത്? എന്താ അതിന് അദ്ദേഹം എന്താ മറുപടി? അദ്ദേഹം പറഞ്ഞത് ആലോചിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം യാതൊരു ഉറപ്പും നൽകിയില്ല. പക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നുള്ള സത്യമാണ്. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ആലോചിക്കാമെന്നും തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഒരു ഉറപ്പ് തന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നല്ല ചൂടാ. അപ്പൊ ഒരു കരിക്ക് വെള്ളം കുടിച്ചു തുടങ്ങാം. അപ്പോ എനിക്കൊന്ന് ഈ വിഷൻ കണ്ണൂർ എന്താണ് ശ്രീ രഘുനാഥ് അവതരിപ്പിക്കാൻ പോകുന്നത്? ഒരു ഭാഗത്ത് ടി.ഒ. മോഹനൻ, മറുഭാഗത്തെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, പിന്നെ താങ്കൾ. എന്താണ് കണ്ണൂരില് രണ്ടുപേരും മാറി മാറി വരുന്നു? UDF, LDF രണ്ടുപേരും പതിറ്റാണ്ടുകളായി കണ്ണൂര് MLA അവരാണ്. അപ്പൊ നമുക്കറിയാം 1970 എന്റെയൊക്കെ കുട്ടിക്കാലത്തെ MP ആയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കടന്നപ്പള്ളി രാമചന്ദ്രൻ 3 തവണ MP-യും ഇതുവരെ അധികാരത്തിന്റെ എല്ലാ സൗഭാഗ്യം അനുഭവിച്ച ഒരാളാണ്. മറ്റയാളാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷന്റെ ഭാരവാഹിയൊക്കെ ആയി നിന്നു. ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവിടെയൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു സ്പേസ് കണ്ണൂരിലുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പാർട്ടിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇരട്ടിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ നിന്ന് 4 സീറ്റിലേക്ക് ജയിക്കുവാനും 3 സീറ്റിൽ 2ാം സ്ഥാനത്തെത്തുവാനും 3 സീറ്റിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന 30-ൽ താഴെ വോട്ടുകൾക്കാണ്. അത് LDF BJP ഡീലെന്നാണ് അല്പസമയം മുമ്പ് ടി.ഒ. മോഹനൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയം സംഭവിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യം നേടിയെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാം. കാരണം ശരിക്കും LDF BJP ഡീലുണ്ടോ കണ്ണൂരിൽ? ഉണ്ടാവോ? കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് ഏകദേശം 100ഓളം ബലിദാനികൾ CPM-ഓട് ഏറ്റുമുട്ടി ബലിദാനികളുള്ള ഒരു മണ്ണിൽ CPM-മായി ഡീൽ ഉണ്ടാവില്ല എന്നവർക്കറിയാം. അപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥി പരാജയം അഡ്വാൻസായി സമ്മതിച്ചിരിക്കുന്നു. സ്ക്രൂട്ടണിക്ക് മുന്നേ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. കണ്ണൂരിന്റെ നിലവിലത്തെ രാഷ്ട്രീയ ഭൂമികയിൽ വിജയിച്ചു വരിക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമല്ലേ? മൊത്തം നമ്മൾ നോക്കിയാൽ ഞങ്ങൾക്കുണ്ട് 21,000 ഓരല്ലോ, ഇനിയൊരു 20,000 വോട്ട് 20,000 വോട്ട് കിട്ടും ഇത്തവണ. കാരണം ഈ രണ്ടുപേരെയും മടുത്തിരിക്കുന്ന ഒരു സമൂഹം കണ്ണൂരിലുണ്ട്. പുതിയ തലമുറ മുഴുവൻ അവരെ മറത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, 50 വർഷമായിട്ട് 55 വർഷമായി രാഷ്ട്രീയ രംഗത്ത് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിന് ഒരു പുരോഗതി ഉണ്ടാകട്ടെ. കണ്ണൂർക്കാരനായി കണ്ണൂരിന് ഒരു പുരോഗതി. ഇത് എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളൊരു വിശ്രമ കേന്ദ്രം കാണാം. കുറെ വർഷക്കാലമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നുവരെ തുറന്നിട്ടില്ല.